വെൽക്കം ബാക്ക് ടു ടീച്ചേഴ്സ് ഡയറി. നാലാമത്തെ ചാപ്റ്ററായ പ്രൊഡക്ഷൻ ഓഫ് മെറ്റൽസ് അഥവാ ലോഹ നിർമ്മാണമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അതിൽ ഇനി നമ്മൾ നോക്കാനുള്ള പോർഷൻ എന്ന് പറയുന്നത് ഇരുമ്പിന്റെ വ്യാവസായിക നിർമ്മാണമാണ്. അപ്പോൾ പ്രൊഡക്ഷൻ ഓഫ് അയൺ ആണ്. അപ്പൊ ഈ ഒരു ഭാഗം വളരെ ഇമ്പോർട്ടന്റ് ആണ്, വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ചിലപ്പോൾ ഇത് അങ്ങനെ തന്നെ എക്സാമിന് ചോദിച്ചേക്കാം, അല്ലെങ്കിൽ ഇതിലെ ഓരോ സ്റ്റെപ്പിൽ നിന്നും ചെറിയ ക്വസ്റ്റ്യൻസ് ആയിട്ടും നമ്മളോട് ചോദിച്ചേക്കാം. അപ്പോൾ ഓരോ സ്റ്റെപ്പും ഇമ്പോർട്ടന്റ് ആണ്, അതുകൊണ്ട് തന്നെ നന്നായി ശ്രദ്ധിച്ച് മനസ്സിലാക്കി പഠിച്ചാൽ മതി. അതായത് ഇതെല്ലാം കൂടെ അങ്ങ് ബൈ ഹാർട്ട് പഠിക്കേണ്ട കാര്യമില്ല, ഇത് സ്റ്റെപ്പ് വൈസ് ആയിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കി പഠിക്കാം. അപ്പൊ ഇരുമ്പിന്റെ വ്യാവസായിക നിർമ്മാണമാണ് അല്ലെ, പ്രൊഡക്ഷൻ ഓഫ് മെറ്റൽ ആണ്. അപ്പൊ ഈ ഒരു ഇരുമ്പിന്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് നമുക്കറിയാം, ആദ്യം നമുക്ക് ആ മെറ്റലിന്റെ ഓർ വേണം അല്ലെ. അപ്പൊ നമുക്ക് ഇരുമ്പിന്റെ ഓർസ് എന്ന് പറയാനായിട്ട് പ്രധാനപ്പെട്ട ഓർസ് ഏതൊക്കെയാണ് നമുക്കുള്ളത്? ഹെമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ് ആൻഡ് അയൺ പൈറൈറ്റിസ് ആണ്. അപ്പൊ ഈ മൂന്നും അയണിന്റെ ഓർസ് തന്നെയാണ്, അല്ലെങ്കിൽ അയണിന്റെ ഇരുമ്പിന്റെ അയിരുകൾ തന്നെയാണ്. ഇതില് ഈ അയൺ പൈറൈറ്റിസ് എന്ന് പറയുന്ന അയിരിന് ഒരു പ്രത്യേകതയുണ്ട്. അതിന് ബ്രാസിന്റെ മഞ്ഞ കലർന്ന ഒരു നിറമാണുള്ളത്, ചെമ്പിന്റെ മഞ്ഞ കലർന്ന നിറമാണുള്ളത്. അതുകൊണ്ട് സ്വർണത്തിനോട് ഒരു സാമ്യം അതിന് തോന്നിക്കും. അതുകൊണ്ട് തന്നെ അതിന് പറയുന്ന പേര് വിഡ്ഢികളുടെ സ്വർണം അഥവാ ഫൂൾസ് ഗോൾഡ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അയൺ പൈറൈറ്റിസിന്റെ പ്രത്യേകത എന്താണ്? ഫൂൾസ് ഗോൾഡ് എന്നാണ് അത് അറിയപ്പെടുന്നത്. ഇനി നമ്മൾ വ്യാവസായികമായിട്ട് അയൺ നിർമ്മിക്കുന്നത് ഏത് അയിരിൽ നിന്നാണ് അല്ലെങ്കിൽ ഓറിൽ നിന്നാണ് എന്നുള്ളതാണ് നോക്കുന്നത്. നമ്മൾ വ്യാവസായികമായിട്ട് ഇരുമ്പ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് ഹെമറ്റൈറ്റ് ആണ്. ഓക്കെ, അപ്പൊ ഹെമറ്റൈറ്റിൽ നിന്നാണ് നമ്മൾ ഈ ഇരുമ്പിനെ വേർതിരിച്ചെടുക്കുന്നത്. നമുക്കറിയാം, ഒരു മെറ്റലിനെ അതിന്റെ അയിരിൽ നിന്നും വേർതിരിക്കാനായിട്ട് നമ്മൾ 3 സ്റ്റെപ്സ് ഉണ്ടെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. അപ്പൊ എന്താണ് ആദ്യത്തെ സ്റ്റെപ്പ്? ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസെൻട്രേഷൻ ഓഫ് ദി ഓർ. ഓറിനെ നമ്മൾ സാന്ദ്രീകരിക്കണം. ഓക്കെ, അതിനുശേഷം സാന്ദ്രീകരിച്ച ഓറിൽ നിന്നും അല്ലെങ്കിൽ അയിരിൽ നിന്നും മെറ്റലിനെ വേർതിരിച്ചെടുക്കണം. ദെൻ അതിനുശേഷം എന്ത് ചെയ്യണം? ആ മെറ്റലിനെ അല്ലെങ്കിൽ ലോഹത്തെ ശുദ്ധീകരിച്ചെടുക്കണം. അപ്പൊ ഈ 3 സ്റ്റെപ്സിൽ കൂടിയാണ് ഒരു മെറ്റലിന്റെ പ്രൊഡക്ഷൻ കടന്നു പോകുന്നത്. അപ്പൊ ആദ്യത്തേത് നമുക്ക് എന്താണ്? കോൺസെൻട്രേഷൻ ഓഫ് ഓർ ആണ്. കോൺസെൻട്രേഷൻ ഓഫ് ഓറിന് 4 മെത്തേഡ്സ് നമ്മൾ പഠിച്ചു. ഏതൊക്കെയാണ്? ലെവിഗേഷൻ, പിന്നെ പ്ലവന പ്രക്രിയ അല്ലെങ്കിൽ ഫ്രോത്ത് ഫ്ലോട്ടേഷൻ, ദെൻ മാഗ്നറ്റിക് സെപ്പറേഷൻ, അതേ 4th സ്റ്റെപ്പാണ് ലീച്ചിങ്. അതായത് 4 മെത്തേഡ് ഉണ്ട്. ഇതിൽ ഏത് മെത്തേഡ് വേണമെന്ന് നമ്മൾ തീരുമാനിക്കുന്നത് എങ്ങനെയാണ്? അതിലെ മെറ്റലിന്റെയും ആ മെറ്റലിന്റെ ഓറിൽ അടങ്ങിയിരിക്കുന്ന ഇംപ്യൂരിറ്റീസിന്റെയും സ്വഭാവം അനുസരിച്ചാണ്. അപ്പൊ ഇവിടെ അയണിന്റെ കേസിൽ നമ്മൾ എടുത്തിരിക്കുന്ന ഓർ ഏതാണ്? ഹെമറ്റൈറ്റ് ആണ്. അപ്പൊ ഈ ഹെമറ്റൈറ്റ് എടുക്കുന്ന സമയത്ത് നമുക്ക് അതിന് ഏത് മെത്തേഡ് ഉപയോഗിച്ച് സാന്ദ്രീകരിക്കാം, അല്ലെങ്കിൽ ഏത് മെത്തേഡാണ് കോൺസെൻട്രേഷന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യുന്നത്? ഇവിടെ നമ്മൾ എടുക്കുന്ന മെത്തേഡ് ലെവിഗേഷൻ ആണ്. ഓക്കെ, അപ്പൊ ലെവിഗേഷൻ മെത്തേഡ് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യും? ഈ ഓറിനെ സാന്ദ്രീകരിക്കും. ഹെമറ്റൈറ്റിനെ നമ്മൾ സാന്ദ്രീകരിക്കുകയാണ്. അതായത് ലെവിഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ജലത്തിന്റെ ജലപ്രവാഹത്തിൽ അതിനെ കഴുകിയെടുക്കുക. അപ്പൊ ഈ ജലപ്രവാഹത്തിനെ കഴുകിയെടുക്കുന്ന സമയത്ത് നമുക്ക് ഇതിലെ ഇംപ്യൂരിറ്റീസ് ആയിട്ടുള്ള സിലിക്കയും കളിമണ്ണും അതിൽ നിന്ന് നീക്കം ചെയ്യപ്പെടുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഓറിനെ സാന്ദ്രീകരിച്ചു. അപ്പൊ ഇത്രയും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഓറിനെ സാന്ദ്രീകരിക്കാൻ, ഹെമറ്റൈറ്റിനെ സാന്ദ്രീകരിക്കാൻ അല്ലെങ്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡാണ് എന്താണ്? നമുക്ക് ലെവിഗേഷൻ. ഓക്കെ, ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കൽ. അപ്പൊ അതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. നമ്മൾ അടുത്തത് 2ാമത്തെ സ്റ്റെപ്പിലേക്കാണ് പോകുന്നത്. 2ാമത്തെ സ്റ്റെപ്പ് എന്താണ്? എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽ ഫ്രം കോൺസെൻട്രേറ്റഡ് ഓർ. സാന്ദ്രീകരിച്ച അയിരിൽ നിന്നും നമ്മൾ എന്തിനെ വേർതിരിക്കുന്നു? ലോഹത്തെ വേർതിരിച്ചെടുക്കുകയാണ്. അപ്പൊ അതിന് നമ്മൾ 2 ഘട്ടങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു. ആദ്യം നമ്മൾ ആ മെറ്റലിനെ ഓക്സൈഡ് ആക്കുന്നു. ദെൻ അതിനെ റെഡ്യൂസിങ് ഏജന്റ് ഉപയോഗിച്ച്, അതായത് കൺവീനിയന്റ് ആയിട്ടുള്ള റെഡ്യൂസിങ് ഏജന്റ് ഉപയോഗിച്ച് നമ്മൾ അതിനെ റെഡ്യൂസ് ചെയ്യുന്നു. റോസ്റ്റിംഗും അല്ലെങ്കിൽ കാൽസിനേഷൻ ആണ്. എന്താണ് റോസ്റ്റിംഗ് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. റോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇൻ ദ പ്രസൻസ് ഓഫ് എയർ, വായുവിന്റെ സാന്നിധ്യത്തിൽ ഹീറ്റിംഗ് ദ കോൺസെൻട്രേറ്റഡ് ഓർ അറ്റ് എ ടെമ്പറേച്ചർ ബിലോ ഇറ്റ്സ് മെൽറ്റിംഗ് പോയിന്റ്. ദ്രവനാകത്തേക്കാൾ കുറഞ്ഞ താപനിലയിൽ നമ്മൾ ആ അയിരിനെ, കോൺസെൻട്രേറ്റ് ചെയ്ത അയിരിനെ ചൂടാക്കുന്നു. അപ്പൊ ആ ഒരു പ്രക്രിയയാണ് നമ്മൾ റോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ഹെമറ്റൈറ്റിന്റെ റോസ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത് അതിലെ ഗേഷ്യസ് ഇംപ്യൂരിറ്റീസ് ആണ് അതിൽ നിന്ന് റിമൂവ് ആകുന്നത്. അപ്പൊ അതിൽ നിന്ന് നമ്മൾ അതിനെ ഒഴിവാക്കിയെടുത്തു. അപ്പൊ ഏതൊക്കെയാണ് ഗേഷ്യസ് ഇംപ്യൂരിറ്റീസ്? സൾഫൈഡ്, സൾഫർ, ആർസനിക്, ഫോസ്ഫറസ് തുടങ്ങിയ ഗേഷ്യസ് ഇംപ്യൂരിറ്റീസ് നമ്മൾ ഇതിൽ നിന്ന് റിമൂവ് ചെയ്യാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? അടുത്ത ഘട്ടം ഏതാണ്? അതിനെ റെഡ്യൂസ് ചെയ്യാന്നുള്ളതാണ്, അതിനെ നിരോക്സീകരിക്കുക. അപ്പൊ നിരോക്സീകരിക്കാൻ നമുക്ക് എന്ത് വേണം? ഒരു റെഡ്യൂസിങ് ഏജന്റ് വേണം അല്ലെ. അപ്പൊ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന റെഡ്യൂസിങ് ഏജന്റ് ഏതാണ് എന്നുള്ളത് നമുക്ക് ഊഹിക്കാം അല്ലെ. കാരണം എന്താണ്?
നമുക്ക് ഈ മെറ്റൽ റിയാക്ടിവിറ്റി സീരീസ് എടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ 5 മെറ്റൽ ഹൈലി റിയാക്റ്റീവ് ആണ്. അതുകൊണ്ട് തന്നെ അവയെ റെഡ്യൂസ് ചെയ്യാനായിട്ട് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള റെഡ്യൂസിങ് ഏജന്റ് ആയ ഇലക്ട്രിസിറ്റി, വൈദ്യുതി തന്നെ വേണം അല്ലെ. ഇവിടുത്തെ കേസിൽ എങ്ങനെയാണ്, അയൺ ആണ്. അതുകൊണ്ട് നമുക്ക് ആവശ്യമുള്ളത് കാർബൺ മോണോക്സൈഡ് ഒക്കെ നമുക്ക് ഇവിടെ ഉപയോഗിക്കാം. അപ്പൊ കാർബൺ മോണോക്സൈഡ് ഉപയോഗിച്ചിട്ടാണ് ഹെമറ്റൈറ്റിനെ നമ്മൾ റെഡ്യൂസ് ചെയ്യുന്നത്. ഈ കിട്ടിയിരിക്കുന്ന മെറ്റലിന്റെ ഓർനെ നമ്മൾ ലെവിഗേഷന് ശേഷം നമ്മൾ റോസ്റ്റിംഗ് ചെയ്തു. റോസ്റ്റിംഗിന് ശേഷമുള്ള ആ ഒരു സബ്ജക്റ്റിനെ അല്ലെങ്കിൽ ആ ഒരു പ്രോഡക്റ്റിനെ നമ്മൾ എന്ത് ചെയ്യും, അതിനെ റെഡ്യൂസ് ചെയ്യണം. റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയുള്ള റെഡ്യൂസിങ് ഏജന്റ് ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കുക. റെഡ്യൂസിങ് ഏജന്റ് നമ്മൾ കാർബൺ മോണോക്സൈഡ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ റെഡ്യൂസിങ് ഏജന്റ് വേണമെന്ന് പറഞ്ഞു. ഈ റെഡ്യൂസിങ് ഏജന്റ് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കാർബൺ മോണോക്സൈഡ് നമ്മൾ അതിലേക്ക് സപ്ലൈ ചെയ്യുന്നില്ല. അതിന് പകരം ഒരു റെഡ്യൂസിങ് ഏജന്റ് നമുക്ക് കാർബൺ മോണോക്സൈഡ് ആണ്. അതിന്റെ സോഴ്സ് ആയിട്ട് നമുക്ക് ഒരു പ്രോഡക്റ്റ് നമ്മൾ അതിനകത്തേക്ക് അല്ലെങ്കിൽ ഒരു സംയുക്തം നമ്മൾ അതിനകത്തേക്ക് ആഡ് ചെയ്യാണ് ചെയ്യുന്നത്. ഇനി ബാക്കി വരുന്ന പ്രോസസ്സ്, ഇതിനെ നിരോക്സീകരിക്കണം, അതുപോലെ അതിൽ നിന്ന് ലോഹത്തെ ശുദ്ധീകരിച്ചെടുക്കണം. ഈ പ്രോസസ്സുകളെല്ലാം തന്നെ നടക്കുന്നത് ബ്ലാസ്റ്റ് ഫർണസിലാണ്. ഓക്കെ, അപ്പൊ എന്താണ് ബ്ലാസ്റ്റ് ഫർണസ്? ബ്ലാസ്റ്റ് ഫർണസ് എന്ന് പറഞ്ഞാൽ വലിയൊരു ചൂള അല്ലെങ്കിൽ വലിയൊരു അടുപ്പ് എന്നൊക്കെ പറയാം. വലിയൊരു ചൂളയിലാണ് ഇനിയുള്ള ബാക്കിയുള്ള പ്രൊസീജിയേഴ്സ് നടക്കുന്നത്. അപ്പൊ ഈ വലിയ ചൂളയിൽ വളരെ ശക്തമായ ബ്ലാസ്റ്റ് ഫർണസ് ആണ് അല്ലെ. അപ്പൊ അതിശക്തമായ താപനില അതിനകത്ത് ഉണ്ടാവും. അപ്പൊ ഇതിനകത്തേക്ക് നമ്മൾ താപനില കൊടുക്കുന്നത് ഒരു കറന്റ് ഓഫ് എയർ, അതായത് വളരെ ചൂടുള്ള ചൂടായ എയർ, കറന്റ് ഓഫ് എയർ ആണ് നമ്മൾ അതിനകത്തേക്ക് പാസ് ചെയ്യുന്നത്. അപ്പൊ ഈ വായു പ്രവാഹം, അതീവ ഉയർന്ന താപനിലയിലുള്ള ഈ വായു പ്രവാഹം ബ്ലാസ്റ്റ് ഫർണസിന്റെ അടിഭാഗത്ത് നിന്ന് അതിനകത്തേക്ക് കടത്തിവിടുന്നു. ഈ ബ്ലാസ്റ്റ് ഫർണസിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്ന റോ മെറ്റീരിയൽസ് എന്തൊക്കെയാണ്? നമുക്കറിയാം ഹെമറ്റൈറ്റിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ റെഡ്യൂസ് ചെയ്യാൻ പോകുന്നത് അല്ലെ. അപ്പൊ ഈ ഹെമറ്റൈറ്റിനെ നമ്മൾ ചേർക്കണം. അതുകൂടാതെ ഒരു റെഡ്യൂസിങ് ഏജന്റ് വേണമെന്ന് പറഞ്ഞു. നമ്മൾ എടുക്കുന്ന റെഡ്യൂസിങ് ഏജന്റ് കാർബൺ മോണോക്സൈഡ് ആണ്. ഈ കാർബൺ മോണോക്സൈഡ് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ അതിലേക്ക് കൊടുക്കുകയല്ല ചെയ്യുന്നത്, അതിനൊരു സോഴ്സ് ആണ് ആഡ് ചെയ്യുന്നത്. അപ്പൊ ആ കാർബൺ മോണോക്സൈഡിന്റെ സോഴ്സ് ആയിട്ട് കോക്ക് അല്ലെങ്കിൽ കൽക്കരി, സി എന്നാണ് നമ്മൾ പറയുന്നത്, കാർബൺ ആണ്. അപ്പൊ അതുകൊണ്ട് അത് ആഡ് ചെയ്യണം, കോക്ക് ആഡ് ചെയ്യണം. അത് കൂടാതെ നമുക്ക് ഇതിൽ സ്ലാഗ് അല്ലെങ്കിൽ ഗ്യാങ് ഉണ്ടാവും അല്ലെ. ഗ്യാങ് എന്ന് പറഞ്ഞാൽ അതിൽ അടങ്ങിയിരിക്കുന്ന അപദ്രവ്യങ്ങളാണ്. അപ്പൊ ഈ ഗ്യാങ്ങിനെ മാറ്റാനായിട്ട് നമുക്ക് എന്ത് വേണം, ഫ്ലക്സ് വേണം. അപ്പൊ ഒരു ഫ്ലക്സ് ഏജന്റ് വേണം. ആ ഫ്ലക്സ് ഏജന്റ് ആണ് നമുക്ക് കാൽഷ്യം കാർബണേറ്റ് അഥവാ ചുണ്ണാമ്പുകല്ല് അല്ലെങ്കിൽ ലൈം സ്റ്റോൺ, CaCO3. അപ്പൊ ഈ 3 കാര്യങ്ങളാണ് നമ്മൾ ഈ ബ്ലാസ്റ്റ് ഫർണസിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. ഹെമറ്റൈറ്റ് എന്ന് പറഞ്ഞാൽ Fe2O3 ആണ്. അപ്പൊ ഇതിന്റെ 3 രാസസൂത്രങ്ങളെല്ലാം തന്നെ നിങ്ങൾ കാണാതെ പഠിച്ചിട്ടുണ്ടാവണം. അപ്പൊ നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്ന റോ മെറ്റീരിയൽസ് ഏതൊക്കെയാണെന്നുള്ളത് കിട്ടി. ഇനി ബാക്കി പ്രോസസ്സുകളെല്ലാം നടക്കുന്നത് എവിടെയാണ്, ഈ ബ്ലാസ്റ്റ് ഫർണസിനകത്താണ്. അപ്പൊ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ബ്ലാസ്റ്റ് ഫർണസിൽ നടക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ബ്ലാസ്റ്റ് ഫർണസിന്റെ ചെറിയൊരു ചിത്രമാണ് നമ്മളിവിടെ വരച്ചിരിക്കുന്നത്. അപ്പൊ ഈ ബ്ലാസ്റ്റ് ഫർണസിലേക്ക് നമ്മൾ ചേർക്കുന്ന അസംസ്കൃത പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ റോ മെറ്റീരിയൽസ് ഏതൊക്കെയാണെന്നാ പറഞ്ഞത്, ഹെമറ്റൈറ്റും ദെൻ കോക്ക്, പിന്നെ നമുക്ക് വരുന്നത് കാൽഷ്യം കാർബണേറ്റ് അല്ലെങ്കിൽ ചുണ്ണാമ്പുകല്ല്, അപ്പൊ ലൈം സ്റ്റോൺ. ഓക്കെ, ലൈം സ്റ്റോൺ എന്ന് പറയും. ദെൻ ഈ 3 കാര്യങ്ങളാണ് നമ്മൾ എന്തിലേക്ക് ആഡ് ചെയ്യുന്നത്, ഈ ബ്ലാസ്റ്റ് ഫർണസിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പൊ ഈ ബ്ലാസ്റ്റ് ഫർണസിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ബ്ലാസ്റ്റ് ഫർണസിൽ നമ്മൾ പറഞ്ഞു വലിയൊരു ചൂളയാണ്. ഇതിനകത്ത് ഉയർന്ന താപനിലയിലുള്ള വായു പ്രവാഹം അല്ലെങ്കിൽ വളരെ താപനില അല്ലെങ്കിൽ ഹോട്ട് ആയിട്ടുള്ള ഒരു എയറിന്റെ കറന്റ് ഓഫ് എയർ ഇവിടെ പാസ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ ഇവിടെ നമുക്ക് ഇതിന്റെ അടിഭാഗത്ത് താഴ്ഭാഗത്താണ് ഈ ഉയർന്ന താപനിലയിലുള്ള വായു പ്രവാഹം കൊടുക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ഈ ചൂളയുടെ അടിഭാഗത്ത് ഇവിടെ 1000 ഡിഗ്രി സെൽഷ്യസോളം, ഒരു പക്ഷെ അതിൽ കൂടുതൽ താപനിലയുള്ള എയർ ആണ് നമ്മൾ ഇതിലേക്ക് കൂടെ പാസ് ചെയ്യിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഫർണസിന്റെ ഉള്ളിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്ന ഈ 3 കാര്യങ്ങൾ ഏതൊക്കെയാണ്, ഹെമറ്റൈറ്റും കോക്കും കാൽഷ്യം കാർബണേറ്റും. അപ്പൊ ഇത് 3 കൂടെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കാം. ഈ ഹെമറ്റൈറ്റില് ലെവിഗേഷനും റോസ്റ്റിങ്ങിനും ശേഷം നമുക്ക് അതിലുള്ള ഇമ്പ്യൂരിറ്റി എന്ന് പറയുന്നത് സിലിക്കൺ ഡയോക്സൈഡ് ആണ്. ഓക്കെ, അപ്പൊ ഇതിലുള്ള ഇമ്പ്യൂരിറ്റി ആണ് സിലിക്കൺ ഡയോക്സൈഡ്, SiO2. അപ്പൊ ഈ SiO2നെ നമുക്ക് ഇതിൽ നിന്ന് റിമൂവ് ചെയ്യണം. ദെൻ അതുപോലെ നമുക്ക് എന്താണ്, നേരത്തെ റെഡ്യൂസിങ് ഏജന്റ് ഉപയോഗിച്ച് നമ്മൾ ഇതിൽ റെഡ്യൂസ് ചെയ്യുന്ന കാര്യം പറഞ്ഞു. അപ്പൊ റെഡ്യൂസിങ് ഏജന്റ് ആയിട്ട് നമ്മൾ ചേർക്കുന്നത് കോക്കിനെയാണ്. ഓക്കെ, അപ്പൊ ഈ 2 കാര്യങ്ങളാണ് ഈ ബ്ലാസ്റ്റ് ഫർണസിൽ മെയിൻ ആയിട്ട് നടക്കാൻ പോകുന്നത്. ഒന്ന്, നമ്മൾ ഹെമറ്റൈറ്റിനെ റെഡ്യൂസ് ചെയ്യുന്നു, കാർബൺ മോണോക്സൈഡ്
മോണോക്സൈഡ് ഉപയോഗിച്ചിട്ട് ഇവിടെ ഗ്യാങ് ആയിട്ടുള്ള സിലിക്കൺ ഡയോക്സൈഡിനെ നമ്മൾ ഫ്ലെക്സ് ഏജന്റ് ഉപയോഗിച്ച് ഒരു ഫ്ലെക്സ് ഉപയോഗിച്ച് അതിനെ സ്ലാഗ് ആക്കി മാറ്റുന്നു. അതായത് നമ്മുടെ അയിരിൽ അല്ലെങ്കിൽ ഓറിൽ അടങ്ങിയിരിക്കുന്ന ഇംപ്യൂരിറ്റിനെ നമ്മൾ ഗ്യാങ് എന്നും ആ ഗ്യാങ്ങിനെ അതിൽ നിന്ന് മാറ്റാൻ ഉപയോഗിക്കുന്ന പദാർത്ഥമാണ് ഫ്ലെക്സ്. അപ്പൊ ഇവിടെ ഫ്ലെക്സ് ഏജന്റ് ആണ് നമ്മുടെ കാൽഷ്യം കാർബണേറ്റ് അഥവാ ചുണ്ണാമ്പുകല്ല്. അപ്പൊ ഈ ചുണ്ണാമ്പുകളിൽ നിന്നാണ് നമുക്ക് ഫ്ലെക്സ് കിട്ടുന്നത്. അപ്പൊ ആ ഫ്ലെക്സും ഇതിലെ ഗ്യാങ്ങും കൂടെ ചേർന്ന് സ്ലാഗ് ആയിട്ട് മാറുന്നു. സ്ലാഗ് എന്ന് പറഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് അതിനെ ഇതിൽ നിന്ന് റിമൂവ് ചെയ്യാൻ സാധിക്കും. അപ്പൊ ആ ഒരു ഫോമിലേക്ക് ആ അപദ്രവ്യമായ സിലിക്കൺ ഡയോക്സൈഡിനെ നമ്മൾ മാറ്റിയെടുക്കുകയും ചെയ്യണം. ഓക്കെ, അപ്പൊ ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഈ ബ്ലാസ്റ്റ് ഫർണസിൽ ചെയ്യുന്നത്. അപ്പൊ ആദ്യം നമുക്കറിയാം, ഒന്ന് ഓർഡറിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് 3 അസംസ്കൃത പദാർത്ഥങ്ങളാണ് വരുന്നത്. ഈ 3 റോ മെറ്റീരിയൽസ് വന്നു കഴിയുമ്പോൾ ഇവിടെ എന്താ നടക്കുന്നത്? ഒരു ഉയർന്ന താപനിലയിലുള്ള വായു പ്രവാഹമാണ് ഇവിടെ നിന്ന് കൊടുക്കുന്നത്. അപ്പൊ വായുവാണ്, എയർ ആണ്, നമുക്കറിയാം. അതിനകത്ത് എന്തുണ്ടാവും? ഓക്സിജൻ ഉണ്ടാവും. അപ്പൊ അതിലുള്ള ഓക്സിജനും പിന്നെ നമുക്ക് ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ കോക്കും കൂടെ പ്രവർത്തിക്കുന്നു. അതായത് C+O2 കോക്കും ഓക്സിജനും കൂടെ പ്രവർത്തിച്ചിട്ട് നമുക്ക് എന്ത് ഫോം ചെയ്യുന്നു? CO2 കാർബൺ ഡയോക്സൈഡ് ഫോം ചെയ്യുന്നു. കോക്ക് നമുക്കറിയാം സോളിഡ് ആണ്, ഓക്സിജൻ ഗ്യാസ് ആണ്, നമുക്ക് CO2 ഗ്യാസ് ആണ്. അപ്പൊ ഈ കാർബൺ ഡയോക്സൈഡ് ഉണ്ടാകുന്നു. ഇത് ഹൈലി എക്സോതെർമിക് ആണ്. അതായത് ഈ ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് ഒരുപാട് ചൂട് പുറന്തള്ളുന്നുണ്ട്, ഒരുപാട് ഹീറ്റ് പുറന്തള്ളുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത് എക്സോതെർമിക് റിയാക്ഷൻ ആണ്, അല്ലെങ്കിൽ താപമോചക പ്രവർത്തനമാണ്. അതുകൊണ്ട് എന്ത് സംഭവിക്കും? ഇതില് ഹീറ്റ് കൂടും. ഓക്കെ, അപ്പൊ 1000 ഡിഗ്രി സെൽഷ്യസ് ആണ് ഉള്ളതെന്നുണ്ടെങ്കിൽ ഈ പ്രവർത്തനം നടന്നു കഴിയുമ്പോൾ അത് എന്താവും? 1800 അതിൽ കൂടുതലോ ടെമ്പറേച്ചർ അതിൻ്റെ ഉള്ളിൽ ഫോം ചെയ്യും. അപ്പൊ ഇത് ഇവിടെ ഹീറ്റ് കൂടുന്നു. അപ്പൊ നമുക്ക് ഇവിടെ എന്തുണ്ടാവും? കാർബൺ ഡയോക്സൈഡും ഉണ്ടാകുന്നു. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് ഫോം ചെയ്തിരിക്കുന്നത് കാർബൺ ഡയോക്സൈഡ് ആണ്. ഈ കാർബൺ ഡയോക്സൈഡ് വീണ്ടും നമുക്കറിയാം കോക്ക് അതിനകത്ത് ഉണ്ട്. അപ്പൊ ഈ കോക്കും കാർബൺ ഡയോക്സൈഡും കൂടെ പ്രവർത്തിക്കും. ഇതിലുള്ള കാർബൺ ഡയോക്സൈഡും ഇപ്പൊ നമുക്ക് ഫോം ചെയ്ത കാർബൺ ഡയോക്സൈഡും പിന്നെ നമുക്ക് കൊടുത്തിരിക്കുന്ന കോക്കും, ഇത് രണ്ടും കൂടെ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് 2CO അതായത് കാർബൺ മോണോക്സൈഡ് ഫോം ചെയ്യുന്നു. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് കിട്ടി? റെഡ്യൂസിങ് ഏജന്റ് ആയിട്ടുള്ള നമ്മുടെ കാർബൺ മോണോക്സൈഡിനെ കിട്ടി. അപ്പൊ കാർബൺ മോണോക്സൈഡ് ഫോം ചെയ്യുന്നത് എവിടെ വെച്ചിട്ടാണ്? ഈ ബ്ലാസ്റ്റ് ഫർണസിനുള്ളിൽ വെച്ചിട്ടാണ്. അപ്പൊ ഈ കാർബൺ മോണോക്സൈഡ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഹെമറ്റൈറ്റിനെ നമുക്ക് റെഡ്യൂസ് ചെയ്യാം. അപ്പൊ ഹെമറ്റൈറ്റിനെ റെഡ്യൂസ് ചെയ്യാനായിട്ട് നമ്മൾ Fe2O3 ആണ് ഹെമറ്റൈറ്റ്. CO കാർബൺ മോണോക്സൈഡ് അതിനെ റെഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ, ഇത് റെഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് ഉണ്ടാകുന്നത്? Fe ആയിട്ട് നമുക്ക് കിട്ടണം അല്ലെ? അയനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ പ്രൊസീജിയേഴ്സ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ അയനും കിട്ടും, അതുപോലെ കാർബൺ ഡയോക്സൈഡും കിട്ടും. ഓക്കെ, ഇതിനെ ബാലൻസ് ചെയ്യുകയാണെങ്കിൽ ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ഹെമറ്റൈറ്റിനെ റെഡ്യൂസ് ചെയ്ത് കഴിയുമ്പോൾ, കാർബൺ മോണോക്സൈഡ് ഉപയോഗിച്ച് റെഡ്യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അയണും കിട്ടുന്നു, ഒപ്പം കാർബൺ ഡയോക്സൈഡും ഇവിടെ കിട്ടുകയാണ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് കൂടെ ചെയ്യാനുണ്ട്? റെഡ്യൂസിങ് കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് എന്താണ്? നമ്മുടെ അപദ്രവ്യമായ അല്ലെങ്കിൽ ഇതിലെ ഗ്യാങ് ആയിട്ടുള്ള ഈ സിലിക്കൺ ഡയോക്സൈഡിനെ കൂടി എന്ത് ചെയ്യണം? ഇതിൽ നിന്ന് റിമൂവ് ചെയ്യണം. അപ്പൊ സിലിക്കൺ ഡയോക്സൈഡ് ആണ് നമ്മൾ ഇവിടുത്തെ ഗ്യാങ്. ഓക്കെ, അപ്പൊ ഗ്യാങ് ആയിട്ടുള്ള സിലിക്കൺ ഡയോക്സൈഡിന്റെ കൂടെ എന്ത് വേണം ആഡ് ചെയ്യാനായിട്ട്? ഒരു ഫ്ലെക്സ് വേണം അല്ലെ? അപ്പൊ ഫ്ലെക്സ് ഏജന്റ് ആയിട്ട് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്താണ്? കാൽഷ്യം കാർബണേറ്റ് ആണ്. ഈ കാൽഷ്യം കാർബണേറ്റിൽ നിന്ന് നമുക്ക് കാൽഷ്യം ഓക്സൈഡിനെ കിട്ടണം. അതെങ്ങനെ കിട്ടും? ഇവിടെ ഉയർന്ന താപനിലയുള്ള വായുപ്രവാഹം ഉള്ളത്. അപ്പോ ഈ ഉയർന്ന താപനിലയിൽ ഈ കാൽഷ്യം കാർബണേറ്റ് വിഘടിക്കുന്നു. ഓക്കെ, ഈ കാൽഷ്യം കാർബണേറ്റ് വിഘടിച്ചിട്ട് കാൽഷ്യം ഓക്സൈഡ് ഉണ്ടാകും. ഓക്കെ, അപ്പൊ ആ പ്രവർത്തനം എങ്ങനെയാണെന്നുള്ളത് നോക്കാം. കാൽഷ്യം കാർബണേറ്റ് ഉയർന്ന താപനിലയിലാണ് വിഘടിക്കുന്നത്. ഓക്കെ, അപ്പൊ കാൽഷ്യം കാർബണേറ്റ് ഈ ഹീറ്റിന്റെ പ്രസൻസിൽ, ഹീറ്റ് ഉള്ളത് കൊണ്ട്, നല്ല ചൂടുള്ളത് കൊണ്ട് എന്ത് ചെയ്യും? ഇത് വിഘടിച്ച് കാൽഷ്യം ഓക്സൈഡ് ആയിട്ടും ബാക്കി എന്തുണ്ടാവും? കാർബൺ ഡയോക്സൈഡ് ആയിട്ടും മാറുന്നു. ഓക്കെ, ഇത് സോളിഡ് ആണ്, ഇത് ഗ്യാസ്. ഓക്കെ, അപ്പൊ കാൽഷ്യം കാർബണേറ്റ് വിഘടിച്ച് കാൽഷ്യം ഓക്സൈഡും കാർബൺ ഡയോക്സൈഡും ഉണ്ടാകും. അപ്പൊ നമ്മൾ പറഞ്ഞു ഇത് വളരെ ഉയർന്ന താപനില ഉള്ളതുകൊണ്ട്, വളരെ ഹീറ്റ് ഉള്ളത് കൊണ്ടാണ് ഇത് വിഘടിക്കുന്നത്. അപ്പോൾ ഇത് എന്താണ്? ഇത് ഹൈലി എൻഡോതെർമിക് ആയിട്ടുള്ള റിയാക്ഷൻ ആണ്. ഇത് ചൂട് വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഒരുപാട് ചുണ്ണാമ്പ് കല്ല് അല്ലെങ്കിൽ ഒരുപാട് കാൽഷ്യം കാർബണേറ്റ് നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്താൽ ഈ ബ്ലാസ്റ്റ് ഫർണസിലെ താപനിലയെ അത് കുറയ്ക്കും. അതുകൊണ്ട് വളരെ ആവശ്യമുള്ള അത്രയും കാൽഷ്യം കാർബണേറ്റ് മാത്രമേ നമ്മൾ ഇതിൽ ചേർക്കാൻ പാടുള്ളൂ. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് കിട്ടി? കാൽഷ്യം ഓക്സൈഡ് കിട്ടി. ഈ കാൽഷ്യം ഓക്സൈഡ് ആണ് നമ്മുടെ
ഫ്ലെക്സ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, ഇനി ഫ്ലെക്സ് കിട്ടി, ഗാങ് നമുക്ക് സിലിക്കൺ ഡയോക്സൈഡ് ആണ്. അപ്പൊ സിലിക്കൺ ഡയോക്സൈഡ് ഗാങ് ആണ്, ഇവിടെ ഫ്ലെക്സ് ആയിട്ട് നമുക്ക് കാൽഷ്യം ഓക്സൈഡും ഉണ്ട്. അപ്പൊ ഇത് രണ്ടും കൂടെ പ്രവർത്തിച്ചാൽ നമുക്ക് എന്തുണ്ടാവും, സ്ലാഗ് ഉണ്ടാവും. അപ്പൊ ഇവിടെ നമുക്ക് കാൽഷ്യം ഓക്സൈഡും സിലിക്കൺ ഡയോക്സൈഡും SiO2 ഇത് രണ്ടും കൂടെ പ്രവർത്തിച്ചിട്ട്, ഇത് രണ്ടും സോളിഡ് ആണ്, ഇത് രണ്ടും കൂടെ പ്രവർത്തിച്ചിട്ട് നമുക്ക് എന്തുണ്ടാവുന്നത്, CaSiO3. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ സ്ലാഗ്. ഇവിടെ നമുക്ക് പറഞ്ഞു, ഇവിടെ ഗാങ് ആയിട്ടുള്ളത് നമുക്ക് എന്താണ്, ഗാങ് ആയിട്ടുള്ളത് സിലിക്കൺ ഡയോക്സൈഡ് ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ സിലിക്കൺ ഡയോക്സൈഡ് ആണ് എന്ത്, ഗാങ് വരുന്നത്. അപ്പൊ ഈ ഗാങ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഈ മെറ്റലിനെ അതിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്ത് അല്ലെങ്കിൽ അതിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത്, അതിന്റെ ഓറിൽ നിന്ന് മെറ്റലിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അതിൽ അടങ്ങിയിരിക്കുന്ന, അതായത് അതിൽ നിന്ന് അടങ്ങിയിരിക്കുന്ന ഇംപ്യൂരിറ്റീസ് ആണ് അല്ലെങ്കിൽ അപദ്രവ്യങ്ങളാണ് എന്തെന്ന് പറയുന്നത്, ഗാങ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഗാങ്ങിന്റെ നേച്ചർ അസിഡിക് ആണെങ്കിൽ നമ്മൾ അതിനെ വേർതിരിക്കാൻ നമ്മൾ ചേർക്കുന്ന ഫ്ലെക്സ് എന്തായിരിക്കണം, ബേസിക് ആയിരിക്കണം. അപ്പൊ ഇവിടെ സിലിക്കൺ ഡയോക്സൈഡ് എന്ന് പറയുന്ന നമ്മുടെ ഗാങ് എന്താണ്, അസിഡിക് ആണ്. അപ്പൊ ഇവിടെ നമുക്ക് ഈ ഗാങ്ങിനെ വേർതിരിക്കാൻ വേണ്ടി നമ്മൾ ഫ്ലെക്സ് ഏജന്റ് ആയിട്ട് ചേർക്കുന്നത് എന്താണ്, കാൽഷ്യം ഓക്സൈഡ് ആണ്. നമ്മൾ കാൽഷ്യം ഓക്സൈഡ് ഡയറക്റ്റ് ചേർക്കുകയല്ല ചെയ്തത്, ഈ ഒരു പ്രൊസീജിയറിൽ നമ്മൾ ക്ലിയർ ആയതാണ്. കാൽഷ്യം കാർബണേറ്റിൽ നിന്നാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, കാൽഷ്യം ഓക്സൈഡ് കിട്ടുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ഫ്ലെക്സ്, കാൽഷ്യം ഓക്സൈഡ് എന്ന ഫ്ലെക്സ്. ഈ ഗാങ്ങും ഫ്ലെക്സും കൂടെ പ്രവർത്തിച്ച് കിട്ടുന്നതാണ് എന്ത്, സ്ലാഗ്. ഇവിടെ കാൽഷ്യം സിലിക്കേറ്റ് ആണ് നമുക്ക് എന്തായിട്ട് കിട്ടുന്നത്, സ്ലാഗ് ആയിട്ട് കിട്ടുന്നത്. അപ്പൊ എന്താണ് ഗാങ്, എന്താണ് ഫ്ലെക്സ് എന്ന് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഗാങ് എന്ന് പറയുന്നത് അയിരിൽ നിന്ന് മെറ്റലിനെ വേർതിരിക്കുന്ന സമയത്ത് അതിൽ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റാതെ കിടക്കുന്ന അപദ്രവ്യത്തെ അല്ലെങ്കിൽ ഇംപ്യൂരിറ്റിയെ പറയുന്നതാണ് ഗാങ്. ഫ്ലെക്സ് എന്ന് പറയുന്നത് എന്താണ്, ഈ അയിരിനെ വേർതിരിക്കുന്ന ഘട്ടത്തിൽ നമ്മൾ ഈ ഗാങ്ങിനെ ഉരുക്കി മാറ്റാൻ വേണ്ടി അതിലേക്ക് ചേർക്കുന്ന പദാർത്ഥമാണ് എന്ത്, ഫ്ലെക്സ്. അപ്പോൾ ഗാങ് അസിഡിക് ആണെങ്കിൽ എന്ത് ചെയ്യണം, ബേസിക് ആയിട്ടുള്ള ഫ്ലെക്സിനെ വേണം നമ്മൾ ചേർക്കാനായിട്ട്. ഇനി ഇതാണ് സ്ലാഗ് എന്ന് പറഞ്ഞു. ഈ ഗാങ്ങും ഫ്ലെക്സും കൂടെ പ്രവർത്തിച്ചുണ്ടാകുന്ന പദാർത്ഥമാണ് എന്ത്, സ്ലാഗ് എന്ന് പറയുന്നത്. അപ്പൊ ഈ സ്ലാഗ് എപ്പോഴും വളരെ പെട്ടെന്ന് ഉരുകുന്ന തരത്തിലുള്ളതായിരിക്കും. അതിൽ നിന്ന് റിമൂവ് ചെയ്യാനായിട്ട് വളരെ എളുപ്പവുമായിരിക്കും. അതിന്റെ സാന്ദ്രത എപ്പോഴും കുറഞ്ഞിരിക്കും. അപ്പൊ ഇവിടെ കാൽഷ്യം സിലിക്കേറ്റ് വളരെ എളുപ്പത്തിൽ ഉരുക്കി മാറ്റാവുന്നതും സാന്ദ്രത കുറഞ്ഞതുമായിട്ടുള്ള ഒരു പദാർത്ഥമാണ്. അപ്പൊ ഇവിടെ കാൽഷ്യം സിലിക്കേറ്റ് ആണ് നമുക്ക് അയൺ പ്രൊഡക്ഷനിൽ ഉണ്ടാകുന്ന എന്ത്, സ്ലാഗ്. ഓക്കെ, അപ്പൊ ഈ സ്ലാഗ് നമുക്ക് കിട്ടി. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ പ്രൊസീജിയേഴ്സ് എല്ലാം തന്നെ കംപ്ലീറ്റ് ആയി. നമുക്കിവിടെ അയണിനെ വേർതിരിച്ചെടുത്തു. ഈ സിലിക്കൺ ഡയോക്സൈഡ് എന്ന ഈ ഗാങ്ങിനെയും നമ്മൾ ഇവിടെ സ്ലാഗ് ആക്കി മാറ്റി. ഈ പ്രവർത്തനങ്ങളെല്ലാം കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന അയൺ ഈ ബ്ലാസ്റ്റ് ഫർണസിന്റെ അടിഭാഗത്ത് ഏറ്റവും താഴ്ന്ന ഭാഗത്ത് അവിടെ വന്നിങ്ങനെ കിടക്കുന്നുണ്ടാവും. അതിന് നമ്മൾ പറയുന്നത് പിഗ് അയൺ എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ പിഗ് അയൺ ആണ് നമുക്ക് ഈ ബ്ലാസ്റ്റ് ഫർണസിൽ നിന്ന് കിട്ടുന്നത്. അതിന് തൊട്ട് മുകളിലായിട്ട് നമുക്ക് എന്ത് കിടക്കുന്നുണ്ടാവും, സ്ലാഗ് കിടക്കുന്നുണ്ടാവും. നമുക്കിവിടെ കാൽഷ്യം സിലിക്കേറ്റ് ആണ് ഇവിടെ സ്ലാഗ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അതിന്റെ സാന്ദ്രത കുറവായതുകൊണ്ട് ഇത് പിഗ് അയണിന്റെ മുകൾ ഭാഗത്ത് വന്ന് കിടക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് അയണിനെ നമുക്ക് ഇവിടെ നിന്ന് ഒരു ടാപ്പ് ഉപയോഗിച്ച് വേർതിരിച്ച് മാറ്റാം. അതുപോലെ സ്ലാഗ് ആയിട്ടുള്ള കാൽഷ്യം സിലിക്കേറ്റിനെ നമുക്ക് ഇവിടെ നിന്നൊരു ടാപ്പ് ഉപയോഗിച്ച് ഇതിൽ നിന്ന് മാറ്റാൻ സാധിക്കും. അപ്പൊ ഇത്രയാണ് നമ്മൾ ബ്ലാസ്റ്റ് ഫർണസിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ. ഇതെല്ലാം ക്ലിയർ ആയി വിചാരിക്കുന്നു. ഇതിലെ എല്ലാ സ്റ്റെപ്സും എല്ലാ പ്രവർത്തനങ്ങളും ഇമ്പോർട്ടന്റ് ആണ്. ഇതിൽ എന്തൊക്കെയാണ് ചേർക്കുന്ന ഇതിൽ ചേർക്കുന്ന റോ മെറ്റീരിയൽസ്, ഏതൊക്കെ റോ മെറ്റീരിയൽസ് ആണ് നമ്മൾ ഇത് ചേർക്കുന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. എന്തിനു വേണ്ടിയാണ് നമ്മൾ ഈ കോക്കും അതുപോലെ കാൽഷ്യം കാർബണേറ്റും ചേർക്കുന്നത്, എന്താണ് സ്ലാഗ്, എന്താണ് ഗാങ്, എന്താണ് ഫ്ലെക്സ്, ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ നടക്കുന്ന ഓരോ ഇക്വേഷൻസും പഠിച്ചു വെക്കാം. ഇതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇരുമ്പിന്റെ വ്യാവസായിക നിർമ്മാണത്തിൽ ഓർത്തിരിക്കേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രമായിട്ട് നമുക്കൊന്ന് പറയാം. ഇതിൽ അയൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഏത് ഓറിൽ നിന്നാണ്, ഹെമറ്റൈറ്റിൽ നിന്നാണ് നമ്മൾ അയൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഹെമറ്റൈറ്റ് കോൺസെൻട്രേറ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ് ലെവിഗേഷൻ ആണ്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, റോസ്റ്റിംഗ് ചെയ്യുന്നു. ഓക്കെ, റോസ്റ്റിംഗ് ഓഫ് ഹെമറ്റൈറ്റ് ഓർ. ഓക്കെ, അതിനെ റോസ്റ്റിംഗ് ചെയ്യുന്നു. അതായത് അതിനെ ഓക്സൈഡ് ആക്കി മാറ്റുന്നു, മെറ്റലിനെ ഓക്സൈഡ് ആക്കി മാറ്റുന്നു. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യുന്നത്, അതിനകത്ത് അടങ്ങിയിരിക്കുന്ന ഇംപ്യൂരിറ്റി അഥവാ അതിൽ അടങ്ങിയിരിക്കുന്ന ഗാങ് ആണ് സിലിക്കൺ ഡയോക്സൈഡ്, SiO2, ഇമ്പോർട്ടന്റ് ആണ്. ഇനി ബ്ലാസ്റ്റ് ഫർണസിലേക്ക് നമ്മൾ ചേർക്കുന്ന റോ മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്നുള്ളത് ഓർത്ത് വെക്കുക. Fe2O3 ഹെമറ്റൈറ്റും കോക്കും കാൽഷ്യം കാർബണേറ്റും. ഈ കോക്കിൽ നിന്നാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, റെഡ്യൂസിങ് ഏജന്റ് ആയിട്ടുള്ള കാർബൺ മോണോക്സൈഡ് കിട്ടുന്നത്.
ഇനി കാൽഷ്യം കാർബണേറ്റ് അല്ലെങ്കിൽ ചുണ്ണാമ്പുകൾ ആഡ് ചെയ്യുന്നത് എന്തിനാണ്? അതാണ് നമ്മൾ ഫ്ലെക്സ് കിട്ടാൻ വേണ്ടി, ഫ്ലെക്സിന്റെ സോഴ്സ് ആണ്, ഫ്ലെക്സിന്റെ ഏജന്റ് ആയിട്ടാണ് നമ്മൾ കാൽഷ്യം കാർബണേറ്റിനെ ആഡ് ചെയ്യുന്നത്. അതിൽ നമുക്ക് കിട്ടുന്ന ഫ്ലെക്സ് എന്ന് പറയുന്നത് ഏതാണ്? കാൽഷ്യം ഓക്സൈഡ് ആണ്. അപ്പൊ ഇത് രണ്ടും എന്തിനാ ചേർക്കുന്നത് എന്നുള്ളത് ഓർത്ത് വെക്കാം. ബ്ലാസ്റ്റ് ഫർണസിനകത്ത് നടക്കുന്ന പ്രവർത്തനങ്ങൾ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് ഓർത്തിരിക്കണം. ഇവിടെ നമുക്ക് കാർബൺ മോണോക്സൈഡ് ആണ് നമ്മുടെ റെഡ്യൂസിങ് ഏജന്റ്. അത് കിട്ടുന്നത് കോക്കിൽ നിന്നാണ്. അപ്പൊ റെഡ്യൂസിങ് ഏജന്റ് കിട്ടാനുള്ള ഇക്വേഷൻ എങ്ങനെയാണ്? ഈ കോക്കും ഇവിടെ നമുക്ക് ഉയർന്ന നിലയിലുള്ള വായുവിന്റെ പ്രവാഹവും ഉണ്ട്, അതിൽ നിന്നുള്ള ഓക്സിജനും കൂടെ ചേർന്ന് കാർബൺ ഡൈ ഓക്സൈഡും ഹീറ്റും ഉണ്ടാകുന്നത്. അതായത് എക്സോതെർമിക് ആയിട്ടുള്ള റിയാക്ഷൻ ആണ്. ഈ കാർബൺ ഡൈ ഓക്സൈഡും അതിന്റെ കൂടെ വീണ്ടും കോക്ക് പ്രവർത്തിച്ചിട്ട് കാർബൺ മോണോക്സൈഡ് ഫോം ചെയ്യുന്നു. അങ്ങനെ നമുക്ക് റെഡ്യൂസിങ് ഏജന്റ് ആയിട്ടുള്ള കാർബൺ മോണോക്സൈഡിനെ കിട്ടി. ഇനി നമുക്ക് ഇവിടെ ഹെമറ്റൈറ്റും ഈ കാർബൺ മോണോക്സൈഡും ചേർന്ന് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അതിനെ റെഡ്യൂസ് ചെയ്യും. അപ്പൊ Fe അയണും കിട്ടുന്നു, കാർബൺ ഡൈ ഓക്സൈഡും ഫോം ചെയ്യുന്നു. ഇനി നമുക്ക് ഫ്ലെക്സ് ഏജന്റ് ആയിട്ടുള്ള കാൽഷ്യം ഓക്സൈഡിനെ വേണം. അപ്പൊ ഈ ഉയർന്ന താപനിലയിൽ കാൽഷ്യം കാർബണേറ്റ് വിഘടിച്ച് കാൽഷ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും ഫോം ചെയ്യുന്നു. അവിടെ നമുക്ക് ഇവിടെ എന്താ ഫ്ലെക്സ് കിട്ടി, കാൽഷ്യം ഓക്സൈഡ് കിട്ടി. ഇനി ഈ സ്ലാഗ് രൂപീകരണ സമവാക്യം, ഫ്ലെക്സ് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇതിലുള്ള ഗ്യാങ്ങിന്റെ കൂടെ പ്രവർത്തിച്ച് സ്ലാഗ് ഫോം ചെയ്യുന്നതാണ് സ്ലാഗ് രൂപീകരണ സമവാക്യം. ഇതിലെ ഫ്ലെക്സ് ആയിട്ടുള്ള കാൽഷ്യം ഓക്സൈഡും ഗ്യാങ് ആയിട്ടുള്ള സിലിക്കൺ ഡയോക്സൈഡും ചേർന്ന് പ്രവർത്തിച്ചിട്ട് കാൽഷ്യം സിലിക്കേറ്റ് ആണ് കിട്ടുന്നത്. ഈ കാൽഷ്യം സിലിക്കേറ്റ് ആണ് നമുക്ക് ഇതിലെ സ്ലാഗ്. ഓക്കെ, ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് കിട്ടും? പിഗ് അയൺ നമുക്ക് ബ്ലാസ്റ്റ് ഫർണസിന്റെ ഏറ്റവും താഴെയുള്ള ഭാഗത്ത് കിട്ടും. ഈ പിഗ് അയണിൽ 4% കാർബണും അതുപോലെ മറ്റു മാലിന്യങ്ങളായിട്ടുള്ള മാംഗനീസ്, സിലിക്കൺ, ഫോസ്ഫറസ് ഒക്കെ വളരെ ചെറിയ അളവിലും ഇതിൽ ചേർന്നിട്ടുണ്ടാകും. അപ്പൊ ഈ പിഗ് അയൺ ആണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന പ്രോഡക്റ്റ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെച്ചാൽ നമുക്ക് ഈ ഭാഗത്തു നിന്ന് വരുന്ന എല്ലാ ക്വസ്റ്റ്യനും ക്ലിയർ ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. സ്റ്റീലിൽ വിവിധ തരം മറ്റ് ലോഹങ്ങൾ ചേർത്ത് നിർമ്മിക്കുന്നവയാണ് അലോയ് സ്റ്റീലുകൾ. ഓക്കെ, അപ്പൊ ഈ അലോയ് സ്റ്റീലുകളുടെ ഉപയോഗങ്ങൾ എന്താണ്, അതിൽ അടങ്ങിയിരിക്കുന്ന കണ്ടന്റ്സ് ഏതൊക്കെയാണെന്നതാണ് നമ്മൾ മെയിൻ ആയിട്ട് നോക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യം നമുക്ക് അലോയ് സ്റ്റീലിൽ ആദ്യത്തേത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. ഓക്കെ, അപ്പൊ സ്റ്റെയിൻലെസ് സ്റ്റീൽ നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള ഒരു വാക്കാണ്. സ്റ്റെയിൻലെസ് സ്റ്റീൽ നമ്മൾ മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത് എന്തിനാണ്? പാത്രങ്ങൾ ഉണ്ടാക്കാനും അതുപോലെ വാഹനങ്ങളുടെ ചില ഭാഗങ്ങൾ ഉണ്ടാക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഈ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മൾ അടുക്കളയിലൊക്കെ ഉപയോഗിക്കുന്ന ഒരുപാട് പാത്രങ്ങൾ ഈ സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പൊ ഈ സ്റ്റീലിൽ മറ്റു ലോഹങ്ങൾ ചേർത്താണ് അലോയ് സ്റ്റീലുകൾ നിർമ്മിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ അലോയ് സ്റ്റീലുകൾക്ക് സ്റ്റീലിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവമായിരിക്കും ഉണ്ടാവുന്നത്. അപ്പൊ ഇതില് ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഈ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഘടകങ്ങൾ എന്ന് പറയുന്നത് FeCrNiC. ഓക്കെ, ഇപ്പൊ അയണും ക്രോമിയം, നിക്കലും കാർബണും ഒക്കെയാണ് ഇതിനകത്ത് ചേർത്തിരിക്കുന്നത്. ഇത് വളരെയധികം ഉറപ്പുള്ളതാണ് എന്നുള്ളതാണ് ഇതിന്റെ പ്രധാന പ്രത്യേകത. അതുകൊണ്ട് തന്നെയാണ് പാത്രങ്ങൾ ഉണ്ടാക്കാനും വാഹനങ്ങളുടെ മറ്റു ചില ഭാഗങ്ങൾ ഉണ്ടാക്കാനൊക്കെ ആയിട്ട് ഈ സ്റ്റെയിൻലെസ് സ്റ്റീൽ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി അതുപോലെ തന്നെ സെയിം ഘടകങ്ങളായിട്ടുള്ള ഒരേപോലെയുള്ള ഘടകങ്ങളുള്ള മറ്റൊരു അലോയ് സ്റ്റീലാണ് നിക്രോം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നിക്രോമിന്റെ ഘടകങ്ങളും എന്ത് തന്നെയാണ്? FeCrNiC. ഇത് നാലും തന്നെയാണ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഉയർന്ന പ്രതിരോധമുള്ളവയാണ് നിക്രോം. ഓക്കെ, ഇത് എന്തിനു വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്? ഹീറ്റിംഗ് കോയിൽ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നിക്രോം ഉപയോഗിക്കുന്നത്. അപ്പൊ നമുക്ക് തോന്നാവുന്ന ഒരു സംശയമാണ്, ഇതിന്റെ രണ്ടിന്റെയും ഘടകങ്ങൾ ഒരേപോലെയാണ് എന്നുള്ളത് ക്ലിയർ ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഇതിന്റെ രണ്ടിന്റെയും രണ്ട് തരത്തിലുള്ള പ്രത്യേകത വന്നത്? എന്തിനാണ് രണ്ട് തരം ഉപയോഗങ്ങൾ വന്നിട്ടുള്ളത്? അപ്പൊ അതിന്റെ കാരണം എന്ന് പറയുന്നത് ഇതിൽ ചേർത്തിരിക്കുന്ന അനുപാതം, ഇതിൽ ഈ ഘടകങ്ങൾ ചേർത്തിരിക്കുന്ന അനുപാതത്തിൽ വ്യത്യാസമുള്ളത് കൊണ്ടാണ് നമുക്ക് ഇതിന്റെ പ്രധാനപ്പെട്ട പ്രോപ്പർട്ടീസും അതിന്റെ ഉപയോഗങ്ങളൊക്കെ മാറി വരുന്നത്. അപ്പോൾ ഇതിലെ ഘടകങ്ങൾ ഒന്ന് തന്നെയാണെങ്കിലും ഇതിന്റെ അനുപാതം വ്യത്യസ്തമാണ് എന്നുള്ളതാണ് ഇതിന്റെ സ്വഭാവം വ്യത്യസ്തമാക്കാനുള്ള കാരണം. അപ്പൊ അത് ചിലപ്പോൾ എക്സാമിന് ചോദിക്കാം. അതായത് സ്റ്റെയിൻലെസ് സ്റ്റീലും നിക്രോമിന്റെയും ഘടകങ്ങൾ ഒന്ന് തന്നെയാണെങ്കിലും അവ ഒരേപോലെയല്ല അതിന്റെ സ്വഭാവം കാണിക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഘടകങ്ങൾ എന്ന് പറയുന്നത് ഇത് FeCrNiC ആണ്. പക്ഷെ രണ്ട് രീതിയിൽ നമ്മൾ നിക്രോം ഉണ്ടാക്കുമ്പോഴും സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉണ്ടാക്കുമ്പോഴും അതിൽ ചേർക്കുന്ന അനുപാതം വ്യത്യസ്തമായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഇതിന് ഉയർന്ന പ്രതിരോധമാണ് നിക്രോമിനുള്ളത്. അതുകൊണ്ട് തന്നെ ഹീറ്റിംഗ് കോയിൽ നിർമ്മിക്കാനായിട്ട് മെയിൻ ആയിട്ട് നിക്രോമാണ് ഉപയോഗിക്കുന്നത്. ഇനി അടുത്തതാണ് അൽനിക്കോ. അൽനിക്കോയിലെ ഘടകങ്ങൾ ഏതൊക്കെയാന്നുള്ളത് പഠിക്കാൻ എളുപ്പമാണ്.
Fe എന്തായാലും ഇതിൽ എല്ലാത്തിലും ഉണ്ട്. Fe അൽനിക്കോ. ഓക്കെ, അപ്പൊ അൽനിക്കോ എന്നുള്ളത് കാന്തിക സ്വഭാവം കാണിക്കുന്ന ഒരു അലോയ് സ്റ്റീലാണ്. അതുകൊണ്ട് തന്നെ സ്ഥിര കാന്തങ്ങൾ നിർമ്മിക്കാനാണ് ഈ അൽനിക്കോ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഘടകങ്ങൾ നിർബന്ധമായും പഠിച്ചിരിക്കണം. ഇതിന് രണ്ടിന്റെയും ഒരേ ഘടകങ്ങളാണ് FeCrNiC. ഓക്കെ, ഇത് രണ്ടും ഒരേപോലെ തന്നെയാണ്. അതുകൊണ്ട് ഒരു പ്രാവശ്യം പഠിച്ചാൽ നിങ്ങൾക്ക് ഏത് ചോദിച്ചാലും എഴുതാം. ദെൻ അൽനിക്കോയുടെ പഠിക്കാനും എളുപ്പമാണ്. Fe ചേർക്കാം, ദെൻ അൽനിക്കോ. ക്ലിയർ അല്ലേ? അപ്പൊ ഇത്രയുമാണ് അലോയ് സ്റ്റീലുകൾ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനായിട്ട് വരുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞത്. ഇരുമ്പിന്റെ വ്യാവസായിക നിർമ്മാണം പറഞ്ഞു, പിന്നെ അതുപോലെ അലോയ് സ്റ്റീൽസിനെ കുറിച്ച് ഒരു 3 എക്സാമ്പിൾ പറഞ്ഞു. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. ഇനി ഇരുമ്പിന്റെ നിർമ്മാണം വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഒരു സ്റ്റെപ്പും സ്കിപ്പ് ചെയ്യാതെ എല്ലാം ക്ലിയർ ആയിട്ട് ഓർത്ത് വെക്കുക. ഇനി നമുക്ക് പഠിക്കാനുള്ളത് അലുമിനിയത്തിന്റെ വ്യാവസായിക നിർമ്മാണമാണ്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം.